സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ഇന്നലെ കുതിച്ചുയർന്ന സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ്. പവന് 240 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില 1,15,680 രൂപ. ഗ്രാമിന് 30 രൂപ താഴ്ന്ന് 14,460 രൂപയിലെത്തി. സ്വർണം വാങ്ങാൻ പ്ലാനുണ്ടോ? എങ്കിൽ ഇതാണ് നല്ല സമയം. യുദ്ധം കൊണ്ട് സാധാരണക്കാരന് കിട്ടിയ ലോട്ടറി ഇത് മാത്രമെന്ന് എല്ലാവരും പറയുന്നു. കാരണം സംസ്ഥാനത്ത് മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ സ്വർണ്ണവിലയിൽ നേരിയിടിവ് രേഖപ്പെടുത്തുകയാണ്. തങ്കത്തെ സ്വന്തമാക്കാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നു. കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞത് വലിയ ആശ്വാസമാണ്. ഇന്നലെ രാവിലെ ഉയരുകയും വൈകിട്ട് കുറയുകയും ചെയ്ത സ്വർണ്ണവില ഇന്ന് രാവിലെ വീണ്ടും കുറഞ്ഞു. കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്കാണ് ഇന്ന് സ്വർണ്ണവില എത്തിയിരിക്കുന്നത്. വില കുറയുന്നത് ശരിക്കും സ്വർണം വാങ്ങുന്നവർക്ക് മാത്രമല്ല, ജ്വല്ലറി ഉടമകൾക്കും വലിയ സന്തോഷമാണ് നൽകുന്നത്. ഇന്ന് 22 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 30 രൂപ താഴ്ന്ന് 14,460 രൂപയും, ഒരു പവന് 240 രൂപ കുറഞ്ഞ് 1,15,680 രൂപയുമാണ് വില. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ 1 ഗ്രാമിന് 25 രൂപ താഴ്ന്ന് 11,880 രൂപയിലും എത്തി. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഉപയോഗിക്കുന്ന 14 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 20 രൂപ താഴ്ന്ന് 9,250 രൂപയും, 9 ക്യാരറ്റ് സ്വർണത്തിന് 1 ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 5,965 രൂപയിലും എത്തി. അതേസമയം വെള്ളി നിരക്കിൽ ഇന്ന് മാറ്റം രേഖപ്പെടുത്തിയിട്ടില്ല. 1 ഗ്രാം വെള്ളിയുടെ നിരക്ക് 275 തുടരുകയാണ്. ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായതോടെ സ്വർണം 1 പവൻ വാങ്ങണമെങ്കിൽ ചുരുങ്ങിയത് 5% നിരക്കിൽ പണിക്കൂലിയും സ്വർണത്തിനും പണിക്കൂലിക്കും മേൽ ഈടാക്കുന്ന GSTയും 45 രൂപ ഹോൾമാർക്കിംഗ് ചാർജും അതിന്മേൽ ഈടാക്കുന്ന 18% GST എന്നിവയെല്ലാം ചേർത്താൽ 1 പവൻ ആഭരണം വാങ്ങുന്നതിന് 1,19,204 രൂപയെങ്കിലും നൽകേണ്ടി വരും. അതിൽ ഡിസൈൻ അനുസരിച്ച് മാറ്റം വരാം. എന്നാൽ സ്വർണ്ണവില കുറയുന്ന സാഹചര്യത്തിൽ ജ്വല്ലറികളിൽ പഴയ പോലെ ആഭരണം വാങ്ങാൻ ആളുകൾ എത്തുന്നില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മിക്കവരും നിക്ഷേപ ഉദ്ദേശത്തോടെയാണ് സ്വർണം ഇന്ന് വാങ്ങിക്കൂട്ടുന്നത്. ബാറുകളും കോയിനുകളുമാണ് ഇവർ ശേഖരിക്കുന്നത്. ആഭരണം വാങ്ങുമ്പോഴാണ് പണിക്കൂലിയിലും മറ്റുമായി ജ്വല്ലറി ഉടമകൾക്ക് ലാഭം ലഭിക്കുക. എന്നാൽ കുറച്ചു മാസങ്ങളായി ഈ ലാഭം കിട്ടുന്നില്ല. കാരണം കോയിനുകൾ തന്നെയാണ് എല്ലാവരും വാങ്ങുന്നത്. ആഭരണം വാങ്ങുന്നവർ ഇപ്പോൾ കുറഞ്ഞ ക്യാരറ്റുള്ള സ്വർണത്തെയാണ് ആശ്രയിക്കുന്നതെന്നും വ്യാപാരികൾ പറയുന്നു. ആഭരണം ധരിക്കുക എന്ന ലക്ഷ്യം മാത്രമുള്ളവർക്ക് ഇത്തരം ക്യാരറ്റുകൾ മതിയാകുമെന്നതാണ് അതിന്റെ പ്രത്യേകത. എന്നാൽ നിക്ഷേപമായി സ്വർണത്തെ കാണുന്നവർക്ക് 24-22 ക്യാരറ്റുകൾ തന്നെ വേണ്ടിവരും. എന്തായാലും സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് പ്രഖ്യാപിക്കുന്നതോടെ എല്ലാം തകിടം മറിയും. ഇതിന്റെ പ്രതിഫലനം നാളെയും മറ്റന്നാളുമായി സ്വർണ്ണ വിപണിയിൽ പ്രകടമാകുമെന്നുറപ്പാണ്. ഇതിലെ തീരുമാനങ്ങൾ ഉറ്റുനോക്കിയാണ് ഇന്ന് രാജ്യാന്തര സ്വർണ്ണ വിപണിയിലെ ചലനങ്ങളും നടക്കുന്നത്. പലിശ നിരക്ക് ഉയർത്തിയാൽ സ്വർണ്ണവില കുറയും. എന്നാൽ മറിച്ചാണെങ്കിൽ സ്വർണ്ണവില 2 ലക്ഷത്തിലേക്ക് ഉടൻ തന്നെ എത്തും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.